ഹലോ, അങ്ങനെ കേരള ക്രൈം ഫയൽസ് ദ സെർച്ച് ഓഫ് CPO അമ്പിളി രാജു കണ്ടു കേട്ടോ. സീസൺ 2 ആണിത്. സീസൺ 1 നമ്മളെല്ലാവരും കണ്ടുകൊണ്ടായിരിക്കും. 2023 ഇറങ്ങിയത്. എനിക്ക് സീസൺ 2ഉം സീസൺ 1ഉം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് സീസൺ 1 ആണ് ഇഷ്ടപ്പെട്ടത് കുറച്ചും കൂടെ. എനിക്ക് സീസൺ 2ൽ കുറച്ച് ലോജിക്കലി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഓവറോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. വൺ ടൈം വാച്ച് ആണ്. സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റോബറി സീനിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടും. അപ്പോൾ ആ ഒരു 6 എപ്പിസോഡ് നമ്മൾ ആ ഒരു എഡ്ജിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ആ സ്റ്റാർട്ടിങ്ങുള്ള ആ സീൻ എടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് ഏകദേശം ക്ലൈമാക്സ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നും പിന്നെ നമുക്ക് മനസ്സിലാവും. ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അജു വർഗീസ് ആണെങ്കിലും ലാൽ സർ ആണെങ്കിലും ഇന്ദ്രൻ സേട്ടൻ ആണെങ്കിലും ഹരിശ്രീ അശോകൻ ആണെങ്കിലും ഇവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്ക്രീൻ പ്ലേ കൊള്ളായിരുന്നു, അതേപോലെ തന്നെ മ്യൂസിക് കൊള്ളായിരുന്നു. ഹിഷാമിന്റെ ആണ് മ്യൂസിക്. സിനിമാറ്റോഗ്രഫി എടുത്തു പറയണം കേട്ടോ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജിതിൻ സ്റ്റാൻസിലാവോസ് ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി. അദ്ദേഹം വൺ ഓഫ് ദ പ്രൊഡ്യൂസറും കൂടാണ്. അഹമ്മദ് കബീർ ആണല്ലോ ഇതിന്റെ ഡയറക്ഷൻ. സീരീസിന്റെ മെയിൻ കഥയെ സെർച്ച് ഓഫ് ദ CPO, അതായത് ഇന്ദ്രൻസിനെ കണ്ടുപിടിക്കുക. എനിക്ക് ഏറ്റവും വലിയ കോൺട്രഡിക്റ്റ് ആയിട്ട് തോന്നിയത്, ഓക്കെ ഹരിശ്രീ അശോകന് സംഭവിച്ചത് ഓക്കെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ ഇന്ദ്രൻസിന്റെ സീരീസിൽ എന്താണോ സംഭവിച്ചത് അത് സംഭവിക്കാൻ പാടില്ല. അത്രയും വലിയ തെറ്റൊന്നും ഇന്ദ്രൻസ് ചെയ്തിട്ടില്ല, ബീയിങ് എ പോലീസ് ഓഫീസർ. അപ്പൊ അങ്ങനത്തെ കുറെ ലോജിക് ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കേരള ക്രൈം ഫയൽ സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്, നിങ്ങൾ പോയി കാണുക. വൺ ടൈം വാച്ച് എന്തായാലും ആണ്. ഞാൻ ഈ സീരീസിന് 5-ൽ ഒരു 2.5 കൊടുക്കുന്നു, ഓൺലി ഫോർ ദ സിനിമാറ്റോഗ്രഫി ആൻഡ് ദ സ്ക്രീൻ പ്ലേ. സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ഇവർക്ക് നന്നാക്കായിരുന്നു, കുറച്ചും കൂടെ ഇവർക്ക് ഇന്റൻസിറ്റിയും കുറച്ച് ആ ഒരു ഇവർ കുറച്ചും കൂടെ ഒക്കെ വർക്ക് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതേപോലുള്ള ജെനുവിൻ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മുംബൈ ക മല്ലു ഫ്രം ദമാം.